എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല വേനലും ചൂടും ഒക്കെ കൂടി വരുന്ന ഈ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് വീട്ടിലുണ്ടാക്കിയെടുത്താലോ. ഈ ഒരു ഡ്രിങ്ക് നമുക്ക് ഷെയ്ക്കായിട്ടോ ജ്യൂസായിട്ടോ ഒക്കെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുത്തേക്കുന്ന ഈ ഒരു ഡ്രിങ്ക് നമ്മൾ പനന്നൊങ്ക് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് കണ്ടാലോ. അപ്പോൾ ഇതാണ് നമ്മളിന്ന് നമ്മുടെ ഡ്രിങ്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം കേട്ടോ. അത് ഞാൻ പുറത്ത് പോയ സമയത്ത് വാങ്ങിച്ചതാണ്. ഇത് ഈ ഒരു 8 എണ്ണം വരുന്ന ഈ ഒരു പാക്കിന് 50 രൂപയാണ് കേട്ടോ വന്നേക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വേനലിൻ്റെ ടൈമിൽ നമ്മൾ പുറത്തേക്കൊക്കെ പോകുകയാണെങ്കിൽ വഴിയോരത്തൊക്കെ ഇതിങ്ങനെ വിൽക്കാനായിട്ട് വെച്ചേക്കാം, നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ ഞാനത് കൊണ്ടുവന്ന് നേരെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് നല്ലപോലെ ഒന്ന് തണുപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തുള്ള ആ ഒരു തോലൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതിനൊന്ന് നല്ലപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പോൾ ഞാനൊന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാനത് മുഴുവനായിട്ടൊരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് അതിൻ്റെ പുറത്തുള്ള ആ ഒരു തൊലി ഒന്ന് കത്തി ഉപയോഗിച്ചിട്ട് ചെത്തി കൊടുക്കാണ് കേട്ടോ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈകൊണ്ട് പതുക്കെ പൊളിച്ചെടുക്കുകയും ചെയ്യാം, പക്ഷേ കത്തി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ഈസി കേട്ടോ. അപ്പോൾ ഞാനത് മൊത്തത്തിലൊന്ന് അതിൻ്റെ ആ ഒരു തോലൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ഇത് കിട്ടുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആലിപ്പഴം എന്നൊക്കെ പറയുന്നത് പോലെ ഉണ്ടല്ലേ. അതായത് നമ്മുടെ കരിക്കിൻ്റെയൊക്കെ ഉള്ളിൽ നല്ല ഇളം കരിക്കിൻ്റെയൊക്കെ ഉള്ളിലുള്ള ആ ഒരു കാമ്പിൻ്റെ ആ ഒരു രീതിയിലാണ് ഇത് ഉണ്ടാവുക. ഏകദേശം ആ ഒരു ടേസ്റ്റും ഒക്കെ ഉണ്ട്, എന്നാലും കുറച്ച് ഡിഫറെൻ്റ് ആണ് താനും കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ചൊരു വെള്ളം പോലെ ഒരു നീര് പോലെ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ അതൊന്നും കളയേണ്ട, നമുക്കതെല്ലാം കൂടെ ചേർത്ത് തന്നെ നല്ലപോലെ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസുകളാക്കി എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതെല്ലാം കൂടി നമുക്ക് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ നമ്മൾ മുഴുവൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അല്പം ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്കയുടെ പൊടിക്ക് പോലെ ഏലക്കയുടെ കുരു ഇട്ട് കൊടുത്താലും മതി. നമ്മൾ അരയ്ക്കുന്ന കൊടുത്തുള്ളത് അരഞ്ഞ് കിട്ടിക്കോളൂ. അപ്പം മതി, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇത് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് ബാക്കി സാധനങ്ങൾ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഈ പൾപ്പും ആ ഏലക്കയും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏലക്കയും ചേർത്ത് അടിച്ചെടുത്ത് കൊണ്ടുവന്നിരുന്ന ആ ഒരു പൾപ്പിനകത്തേക്ക് നേരെ ഒരു 2 ടേബിൾ സ്പൂൺ നല്ല പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു മധുരം മാത്രമേ ഈ ഒരു അളവിൽ കിട്ടത്തുള്ളൂ കേട്ടോ. ഇനി നമ്മൾ അതിനകത്തേക്ക് നല്ല തണുത്ത പാല് 1/2 ലിറ്റർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഫ്രീസറിൽ വെച്ച് കട്ടയായി തുടങ്ങുന്ന ആ ഒരു പരുവത്തിലുള്ള പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോഴാണ് നമുക്ക് നല്ലപോലെ ഒരു തണുപ്പ് കിട്ടത്തുള്ളൂ. ചെറിയൊരു തണുപ്പോടുകൂടി കഴിക്കുമ്പോഴാണ് അതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അത്രയും തണുപ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ നോർമലി ഫ്രിഡ്ജിൽ വെച്ചിരുന്ന പാലെടുത്തിട്ടാണെങ്കിലും ഉണ്ടാക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് കുറച്ച് ലൂസായിട്ടാണ്, അത് ജ്യൂസ് പോലെയൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാലിൻ്റെ അളവ് കൂട്ടി കൊടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടുള്ളൊരു ഫോമിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ പനന്നൊങ്ക് ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി ഡ്രിങ്ക് നമ്മളിത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. സംഭവം നല്ല ആയിട്ടാണ് വന്നേക്കുന്നത്. നമുക്കത് കോരി നോക്കുമ്പോൾ തന്നെ കാണാൻ നല്ല കട്ടിയായിട്ടുണ്ട്. നമുക്കിതിപ്പോൾ ഒരു ഷെയ്ക്കൊക്കെ പോലെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇല്ല ജ്യൂസ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കുറച്ചും കൂടി പാൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചു എടുക്കാവേ. അപ്പോൾ ഇനി നമുക്ക് തന്നെ നേരെ ഒരു സെർവിങ് ബൗളിലേക്കോ ഗ്ലാസ്സിലേക്കോ പകർത്താവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സിലേക്കാണ് പകർത്തി കൊടുക്കുന്നത്. നമ്മളിത് നേരെ ഇതിനകത്ത് ഒഴിക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അത് അത്രത്തോളം തിക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് നേരെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് അവിടെ വെച്ചിട്ട് അതിനകത്ത് നമുക്കൊരു തവി ഉപയോഗിച്ച് കോരി ഒഴിച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ ഗ്ലാസ്സിൽ നിന്ന് ഫില്ല് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സമയത്ത് മാറ്റി വെച്ചിരുന്ന കുറച്ച് പനന്നൊങ്കിൻ്റെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് ഒരു ചെറിയൊരു ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളത് കഴിക്കുന്ന സമയത്ത് അത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടുമ്പോൾ അതിനൊരു ടേസ്റ്റും കൂടി നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും തയ്യാറാക്കി നോക്കാൻ പറ്റാവുന്ന അടിപൊളി ഒരു ഡ്രിങ്കാണിത്. അതുപോലെ തന്നെ വളരെ ചിലവ് കുറവിൽ തന്നെ നമുക്കത് ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു ചൂടിൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ട് തന്നെ കുടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുടെ വിശേഷങ്ങളുമായി കണ്ടുമുട്ടാമത് വരേക്കും. ബൈ.